ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടത് റഹ്മത്താണ്. റഹ്മത്ത് അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ എന്നല്ല, പാരായണം ചെയ്യപ്പെടുത്തിടത്ത് ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും എന്നതാണ്. ഖുലഫാഉർ റാഷിദീങ്ങളെ മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നോക്കുമ്പോൾ തിരുഹബീബിൻ കൺമറയുന്നതിൻ്റെ മുമ്പ്, ഖബറടക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൻ്റെ അടുക്കൽ അവിടുന്ന് നിർവഹിച്ചത് വമാ മുഹമ്മദുൻ എന്ന് തുടങ്ങുന്ന ഹബീബിൻ്റെ മദ്ഹ് ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തായിരുന്നുവെങ്കിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കേട്ട സ്വഹാബത്ത് നീരസം പ്രകടിപ്പിച്ചോ? സിദ്ദീഖ് ബിദ്അത്തുകാരനായോ? എന്താണിത് പരിപാടി എന്ന് പറയുന്നതിൻ്റെ മുമ്പ് മാമി മുസ്മിഅൻ ഇല്ലാ യത്ലൂഹ, അവരെല്ലാവരും മോദിക്കൊണ്ടേയിരുന്നു. വിശുദ്ധ ഖുർആൻ അവിടെ പാരായണം ചെയ്യുകയാണ്. മുത്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ തക്ബീറിലെ ഫാത്തിഹയെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിലെ അധ്യായം ബാബു ഖിറാഅത്ത് ഫാത്തിഹത്തുൽ കിതാബ് അലൽ ജനാസ, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്ന അധ്യായം എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ തങ്ങളുടെ പേരിൽ ഖുർആൻ ഓതിയിരുന്നു. ഷാഫി ഇമാം ഖുർആൻ ഓതാൻ നിർദ്ദേശിച്ചിരുന്നു. നബി ഇമാം ഓതിയിരുന്നു. പൂർവികരായ ആളുകൾ മുഴുവനും ഖുർആൻ ഓതിയിരുന്നു. എന്തിനധികം ഇബ്നു തൈമിയ്യയുടെ ജനാസക്കരികൾ പോലും ഫഖറഉ അലൈഹി ഖത്മാത്ത്, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. മയ്യത്തിന് റഹ്മത്തിറങ്ങുന്ന കാര്യമാണ്. അമ്പിയാക്കളെയും മൗലിയാക്കളെയും ചീത്ത പറയുന്നിടക്കല് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങണ്ട എന്ന് റബ്ബിന് തീരുമാനമുണ്ടായപ്പോൾ അള്ളാഹു ഇറക്കിയ ഒരു അദാബാണ് ഇവിടെയുള്ള നോൺ സുന്നികളുടെ അടുക്കൽ ഖുർആൻ ഓതാതിരിക്കുക എന്നൊരു അവസ്ഥ വരാനുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം, അതോടുകൂടെ തന്നെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ തൽഖീൻ ചൊല്ലാറുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് ഏതാണ്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ശമാസത്തുൽ ബഹരി എന്ന് പറയുന്ന സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചപ്പോൾ വഹുവ ഫീ സിയാഖിൽ മൗതി, അവിടുന്ന് ആസന്ന രോഗിയായിരുന്നു. ഫഹബല വജ്ഹഹു നഹവൽ ജിദാരി, ചുമരിന്റെ നേരെ മുഖം തിരിച്ചു. മകൻ പറഞ്ഞു, ബാപ്പാ ദാ ഇവര് വന്നിട്ടുണ്ട്, അമാ ബശറക റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ ഇന്നാലിന്നതൊക്കെ അങ്ങേക്ക് വസിയ്യത്ത് ചെയ്തു തന്നില്ലയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിഞ്ഞു കടന്നു. മോൻ എണീപ്പിച്ചിരുത്തി. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതം 3 ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. എൻ്റെ അടുക്കലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും ആണ് എനിക്കവിടെ പ്രതീക്ഷയുള്ളത് എന്നങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം ആ 3 ഘട്ടങ്ങളും വിശദീകരിച്ച് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾക്ക് മറുപടി പറയാൻ പറ്റാവുന്ന രൂപത്തിൽ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിങ്ങൾ നിൽക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക രൂപമാണ് ബഹുമാനപ്പെട്ട ഉമാമത്തുൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ന് നാം കേൾക്കാറുന്ന തൽഖീനിന്റെ ശൈലി എന്നുള്ളത്. അത് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം, മയ്യത്ത് 7 ദിവസം ഖബറിൽ പരീക്ഷിക്കപ്പെടും. വകാനു യസ്തഹിബ്ബൂന യുതഅമു തിൽകൽ അയ്യാം, ദിവസം പ്രത്യേകം ഭക്ഷിപ്പിക്കാൻ സ്വഹാബത്ത് താല്പര്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് 7 ദിവസം അന്നദാനം നടക്കാറുള്ളത്. മരിച്ച വീട്ടിൽ അന്നദാനം പാടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, അന്നഹാ ഇദാ മാതത മയ്യിത്തും മിൻ അഹ്ലിഹാ ഇജ്തമഅ ലിദാലിക നിസാ സുമ്മ തഫറഖന ഇല്ലാ അഹ്ലുഹാ വഖാസതുഹാ, എല്ലാവരും ഒരുമിച്ച് കൂടി, കുറേ ആളുകൾ പിരിഞ്ഞു പോയാലും കുറച്ചാളുകൾ അവിടെ തന്നെ ഉണ്ടാകും. സുമ്മ അമറത് ബിബുർമത്തിൻ മിൻ തൽബീന, അവിടെ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് എന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. ആചാരങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഏത് വിഷയം എടുത്താലും സ്വഹാബത്തിൽ കൃത്യമായ മാതൃകയുണ്ട്. 3 ദിവസം മയ്യത്തിന്റെ പേരിലുള്ള തഅസിയത്ത് ആശ്വസിപ്പിക്കുക. കണ്ണു പോകാൻ നല്ല ഇനമായന. എന്നാ പിന്നെ 7ാമത്തെ ദിവസം മൂക്ക് പോക്ക് ഉണ്ടാക്കണ്ടേ? പിന്നെ എന്താണത്? കണ്ണു പോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുനീര് പോക്കുക, അതാണ് അതിൻ്റെ അർത്ഥം.
തഅസിയത്ത്. ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തിം. ഏത് കാര്യത്തിൻ്റെയും അവസാനത്തിന് പരിഗണനയുണ്ട്. അതാണ് 3 പരിഗണന കൊടുക്കാൻ കാരണം. 7 ദിവസം പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തിം. 7 പ്രത്യേകം പരിഗണന കൊടുക്കണം. ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്നു 40 ദിവസം മയ്യത്ത് പ്രത്യേകം പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് 40 പ്രത്യേകം പരിഗണന കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ആണ്ടിനോടനുബന്ധിച്ച് കൺമറഞ്ഞവരെ പരിഗണിക്കാറുണ്ടായിരുന്നു എന്ന് സഹീഹായി റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ആണ്ടിന് പരിഗണിക്കെടുക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആശയങ്ങളും ആചാരങ്ങളും എല്ലാം കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്, പ്രമാണബദ്ധമാണ്.